ആകെ നമ്മളുടെ മുന്നിലുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ചില ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചില ടാർഗറ്റുകൾ എടുത്താൽ അത് പൂർത്തീകരിക്കേണ്ട ഒരു വാശിയുണ്ടായിരുന്നു. പ്ലാനിലൊരു എൻജിനീയർക്ക് വരെ അത് തൊടാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം അവർ അത് തൊട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ആ പ്രൊഡക്റ്റ് നശിച്ചു പോകും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അപ്പോൾ എല്ലാവരും അത് ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. കേരളത്തിൽ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾക്ക് ഇഷ്ടമില്ല. ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിലാണ് പൊതുവെ ആളുകൾക്കൊക്കെ താല്പര്യം. പഠിച്ചൊന്നുമില്ല, ഏതെങ്കിലും ഗവൺമെൻറ് ജോലി പഠിക്കുക. നമസ്കാരം. ലെറ്റ് ദം ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് VA ഷാജു ചേട്ടനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ബാബുവേട്ടനും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ആദ്യമായി തന്നെ ഷാജു ചേട്ടന് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി ഷാജു ചേട്ടൻ്റെ വിശേഷങ്ങൾ ആളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഷാജു ചേട്ടാ, ആദ്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ സുഖമായിട്ടിരിക്കുന്നു. ഷാജു ചേട്ടൻ ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നത്? എന്തായിട്ടാണ്? ഞാനിപ്പോൾ കാംലിൻ ഫൈൻ സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡ് എന്നുള്ള പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഷാജു ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഷാജു ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു അതൊരു പ്രൊഫഷനാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ഷാജു ചേട്ടൻ ഈ ഒരു മേഖലയിലോട്ട് എത്തിയതെന്ന് കേട്ടു. എല്ലാവരെ പോലെ എനിക്കും ഒരു ചെറിയ ഡൗട്ടുണ്ട്, എന്താണ് ഈ കെമിസ്റ്റ്? നമ്മൾ കെമിസ്ട്രി ആ ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എന്താണ് ഈ കെമിസ്റ്റ്? ആദ്യമേ തന്നെ അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. ഞാൻ പഠിച്ചത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് MSc കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരാൾ MSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞാൽ ധാരാളം സാധ്യതകളുണ്ട്, ജോലി സാധ്യതകളുണ്ട്. ഏതെങ്കിലും ലബോറട്ടറിയിൽ, കെമിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ലബോറട്ടറികളിൽ കെമിസ്റ്റായിട്ട് നമുക്ക് ജോലി തുടങ്ങാം. ഞാനന്ന് കോളേജിൽ കോളേജ് ഒരു ഇൻ്റർവ്യൂവിൽ ഇവിടെ അടുത്തൊരു അങ്കമാലിയിൽ കാൻകോർ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ഓക്കെ. അത് സ്പൈസസൊക്കെ നമ്മളുടെ സുഗന്ധദ്രവ്യങ്ങൾ, കേരളം എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ കെമിസ്ട്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പോകുന്നത് ഒരു ടീച്ചിങ് ഫീൽഡിലേക്കാണ് സാധാരണ പോവുക. അത് BEd എടുക്കും, അല്ലെങ്കിൽ UGC എടുത്തിട്ട് ടെസ്റ്റൊക്കെ പാസ്സായി കോളേജ് ലെക്ചറോ, അങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാവരുടെയും ഒരു പാത്ത്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളും ഭൂരിഭാഗം ആൾക്കാരും BEdഉം ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് ഭൂരിഭാഗം ആൾക്കാരും പോയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അതിൽ നിന്ന് മാറി കുറച്ച് നടന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിനോട് നമുക്ക് വലിയൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അതിലൊന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കത് കാണാനേ പറ്റുള്ളൂ, നമുക്കത് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഈ കാൻകോർ എന്ന കമ്പനിയിൽ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവിടെയൊക്കെ ഇങ്ങനത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്രോമറ്റോഗ്രാഫി, GC, HPLC എന്നൊക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള വലിയൊരു ആകാംക്ഷയും ഉത്സാഹവും അതിൻ്റെ പുറത്താണ് നമ്മളവിടെ ജോലിക്ക് ചേർന്നത്. അപ്പോൾ സാധാരണ അന്ന് എല്ലാവരും, ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകർക്കൊക്കെ ഞാൻ അവിടെ ടീച്ചിങ് ഫീൽഡ് എടുക്കേണ്ടതാണ് നല്ലതെന്നുള്ളതായിരുന്നു. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ കുറച്ച് നാൾ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഒക്കെ വന്നത് ഈ കമ്പനിയിലോട്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിന്നെ പഠിച്ച് അധ്യാപകനാവുക, അതിനുള്ള സാധ്യതകൾ ഒക്കെ വളരെ കുറവാണെന്ന് തോന്നി ആ സമയത്ത്. പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷനും ഒരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ചും കൂടി ഒരു ഉത്സാഹമായിട്ട് തോന്നിയപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അന്നൊക്കെ പറയുക, കമ്പനിയിൽ പോകുമ്പോൾ പറയുക, അവിടെ ഈ കമ്പനീനെ പറയുക കുരുമുളക് കമ്പനി എന്ന് പറയുക. അവിടെ കൂടുതൽ കുരുമുളക് ഉണ്ടായിരുന്നു. പിന്നെ ചില മുളക് കമ്പനി എന്ന് പറയും. അപ്പോൾ അച്ഛനൊക്കെ എന്ന് പറയും, നീ എന്തിനാണ് ഈ മുളക് കമ്പനി പോണത്,
വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, അങ്ങനെ ഒരു എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ. പൊതുവെ കേരളത്തിൽ ഒരു നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾക്ക് ഇഷ്ടമില്ല. ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിലാണ് പൊതുവെ ആളുകൾക്കൊക്കെ താല്പര്യം. പഠിച്ചൊന്നുമില്ല, ഏതെങ്കിലും ഗവൺമെൻറ് ജോലി പഠിക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾ സത്യത്തിൽ മുളക് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മുളകിന് അനലൈസ് ചെയ്യലായിരുന്നു. മുളകിൻ്റെ ക്വാളിറ്റി. അപ്പോൾ അത് കുരുമുളകായിരിക്കാം. മറ്റേ സാധാരണ നമ്മുടെ വലിയ മുളക് വരുന്നുണ്ട്, അത് കർണാടകയിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കളറ്, അതിൻ്റെ എരിവ്, ഇതിനൊക്കെ അനലൈസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് പിന്നെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് അവിടുത്തെ എന്താ പറയുക ബിസിനസ് ആളുകൾ നമ്മുടെ കമ്പനിയിൽ വിസിറ്റ് ചെയ്യും. നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ വെറുതെ ഒരു മുളക് അല്ല, കമ്പനി അല്ല എന്നുള്ളൊരു അനുഭവമാണ് പിന്നീട് നമുക്ക് തന്നത്. നമുക്ക് വലിയൊരു സാധ്യതയാണത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായമാണ് ഈ സ്പൈസസ്. ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നമുക്ക് കൊണ്ടുതരുന്ന ഒരു വ്യവസായമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് നമ്മളുടെ കരിയറിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ബേസിക്കായിട്ടുള്ള ഷിഫ്റ്റിൽ കെമിസ്ട്രിയായിട്ട് നിന്ന്, ഷിഫ്റ്റിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് 8 മണിക്കൂർ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ ജോലി. അപ്പോൾ സാധാരണ ഒരു കെമിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ അതിൽ നമുക്ക് എന്താ പറയുക സീനിയർ കെമിസ്റ്റ് ആവാം, അങ്ങനെയൊക്കെയാണ് സാധ്യതകളുള്ളത്. പിന്നെ അതിൽ അനലിറ്റിക്കലിൽ കുറച്ചും കൂടിയൊക്കെ പോവാം. പക്ഷേ എൻ്റെ ലൈഫിൽ വന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മുന്നിൽ അനാലിസിസ് വരുന്ന സമയത്ത് എന്താണ് ഈ അനാലിസിസ്, എന്തിനാണ് ഈ അനാലിസിസ് എന്നും കൂടി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ അനാലിസിസിൻ്റെ പുറകിലും പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം, എന്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് ചില പുതിയ പ്രോജക്റ്റുകളിൽ നമുക്ക് കെമിസ്റ്റായിട്ട് റോള് കിട്ടി. പുതിയ പ്രോജക്റ്റ് ഈ മേഖലയിൽ തന്നെ പുതിയ പ്രോജക്റ്റുകളിൽ. അപ്പോൾ അതിൽ US നിന്നൊരു കൺസൾട്ടൻ്റൊക്കെ വന്നിരുന്നു. നമുക്കൊരു പുതിയ പ്ലാനിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ആളുടെ കൂടെ നിന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന സമയത്ത് നമുക്ക് കമ്പനിയുടെ സീനിയർ അല്ലെങ്കിൽ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. അതായത് ഇദ്ദേഹത്തിന് വലിയ കൺസൾട്ടൻ്റായിട്ട് US നിന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് വേണ്ട അനാലിസിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ ആളുടെ കൂടെ ആ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് മാനേജിങ് ഡയറക്ടർ റൂമിലേക്ക് കയറാനും ഒരു ഇൻ്ററാക്ഷനുള്ള ടോപ്പ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഇൻ്ററാക്ഷനുള്ളൊരു സാധ്യതകൾ വന്നു, അവസരങ്ങൾ വന്നു. അതാണ് നമ്മുടെ ലൈഫിലുള്ളൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായിരുന്നു അപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ്. അതാണ് നമുക്ക് ടേണിംഗ് ഫ്രം ലാബിൽ നിന്ന് ഒരു ടോപ്പ് മാനേജ്മെന്റ് ഒരു ഇതിലോട്ട് വന്നത്. പിന്നെ അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്നതാണെങ്കിലും ലാബിൽ പഠിക്കുന്നതാണെങ്കിലും അനാലിസിസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുഴുവൻ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉണ്ടാവുന്നത് മുഴുവൻ അതിൻ്റെ പ്രൊഡക്ഷനിലാണ്, അത് മാനുഫാക്ചർ ചെയ്യുന്നിടത്താണ്. അപ്പം മാനുഫാക്ചറിങ്ങിൽ സാധാരണ എൻജിനീയേഴ്സാണ് അതിൽ അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ അതിൽ സൊല്യൂഷൻസ് കൊണ്ടുവരിക. എൻജിനീയേഴ്സിൻ്റെ റോളാണ് സാധാരണ. പിന്നെ സാധാരണ ലെവലിൽ പിന്നെ അതൊക്കെ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന കുറേ വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ കുറേ സ്കിൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ അവരുടെ ഒരു വലിയ മേൽക്കോയ്മയുള്ളൊരു ഏരിയയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഔട്ട്സൈഡറാണ്. ആൾക്ക് ഒന്നും അവിടെ
ചെയ്യാൻ പറ്റില്ല, അവസരം കിട്ടില്ല സാധാരണ രീതിയിൽ. അവിടെയാണ് നമ്മളുടെ എൻ്റെ ഒരു വിലയിരുത്തൽ എന്താ വെച്ചാൽ, നമുക്കൊരു ചെറുപ്പത്തിലൊരു ചെറിയൊരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ്റെ കൂടെയൊക്കെ നടന്ന് വർക്ക്ഷോപ്പിലൊക്കെ, അച്ഛന് സ്വന്തമായിട്ട് മോട്ടോർ സൈക്കിളിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു, ടു വീലറിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു. ആള് ഓട്ടോമൊബൈൽ വർക്കിൽ IT ഒക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചില സമയത്ത് ഇപ്പോൾ വെക്കേഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുമല്ലോ. പൊതുവെ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എന്നെ പറ്റിയുള്ള ധാരണ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും അങ്ങനെ ജോലിയൊന്നും ചെയ്യാത്ത ആളെന്നാണ്. അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കറിയില്ല, അന്ന് ഈ ബൈക്കിലെ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൈലേജാണ്. ഇപ്പം മൈലേജിൽ അതിൻ്റെ ഒരു ട്യൂണിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് കാർബറേറ്റർ ട്യൂൺ ചെയ്യണം. അപ്പോൾ ഏത് വണ്ടി സർവീസ് ചെയ്താലും ഈ കാർബറേറ്റർ ട്യൂണിങ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ സ്കില്ല് അതാണ്. അപ്പോൾ അച്ഛൻ അതിരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അത് ഓഫ് ആവാനും പാടില്ല, അന്ന് കൂടുതൽ റേസിങ് പാടില്ല, സ്ക്രൂ ഡ്രൈവറോട് ചെയ്തിട്ട് അത് ട്യൂൺ ചെയ്യും. അപ്പോൾ ആ ട്യൂണിങ് ആണ് അതിൻ്റെ മൈലേജ് ഡിസൈഡ് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ചില ട്യൂണിങ്ങുകൾ, പിന്നെ നട്ട് ബോൾട്ട് അഴിക്കുന്നത്, മുറുക്കുന്നത്, ഇതൊക്കെ നമുക്കൊരു എൻജിനീയറിങ് സ്കില്ലാണ്. ശരിക്കും നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയൊരു സ്കില്ലാണ്. നമുക്ക് അതിൻ്റെ വില നമുക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായതെപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാന്റിൽ ചെന്നിട്ട്, നമ്മൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അധികം വാൽവുകളാണ് അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് പമ്പ് ചെയ്യുമ്പോൾ പമ്പിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ട്യൂണിങ് ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത്, ഇതൊക്കെ ഓപ്പറേറ്റർമാർ അവരുടെ ഒരു എന്താ പറയുക സ്കില്ലും അവരുടെ ഒരു മേൽക്കോയ്മയുള്ള ഒരു ഏരിയയാണത്. അതും ഒരു വാൽവും തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. സാധാരണ ഒരു പ്ലാന്റിലൊരു എൻജിനീയർക്ക് വരെ അത് തൊടാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം ചിലത് അവർ അത് തൊട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ആ പ്രൊഡക്റ്റ് നശിച്ചു പോകും, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ. അപ്പോൾ എല്ലാവരും അത് ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. കാര്യം നമ്മൾ മുളക് എന്നൊക്കെ പറഞ്ഞാലും ഈ മുളകിൻ്റെ സത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കിലോ ഈ മുളകിൻ്റെ എക്സ്ട്രാക്റ്റിന് ഒരു $40 വരും അന്നത്തെ. ഞാൻ പറയുന്നത് 96-98 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വാൽവ് ഓപ്പറേഷൻസ്, സ്റ്റീം വാൽവുകളാണ് അധികം ഉള്ളത്. അപ്പോൾ ഈ ഓപ്പറേഷൻസൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീത്തയായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പോകും, ഭയങ്കര നഷ്ടമായിരിക്കും കമ്പനിക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആരും റിസ്ക് എടുക്കാറില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ചില എക്സ്പീരിയൻസ് നമ്മുടെ ചെറുപ്പത്തിൽ ഉള്ളത് കൊണ്ട് വാൽവ് നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ അവിടെ എൻ്റെ യൂസ് ചെയ്ത് എൻ്റെ കെമിസ്ട്രി എന്നുള്ള സ്കില്ല് മാത്രമല്ല, കെമിസ്ട്രി എന്നുള്ള സ്കില്ല് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ആ മോളിക്യൂളിന് ഇപ്പോൾ കളറ്, ചുവന്ന കളറ്, ആ ചുവന്ന കളറ് എന്താണെന്നറിയാം, അത് എപ്പോഴാണ് അത് കളറില്ല, എങ്ങനെയാണ് കളർ ഇല്ലാണ്ടാവണമെന്നറിയാം. അതൊരു കെമിസ്ട്രിൻ്റെ സ്കില്ലാണ്. പക്ഷെ അതിനെ ഒരു മാനുഫാക്ചറിങ് സ്കില്ലിലേക്ക് കൊണ്ടുവരുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. അതിന് വാൽവ് ഓപ്പറേഷൻസും അതാണ് ഒരു മെയിൻ സ്കില്ല്. അവിടെ വാക്വം, ടെമ്പറേച്ചർ, ഇതൊന്നും ഒരു സാധാരണ ഒരു കെമിസ്റ്റിന് കിട്ടുന്ന എക്സ്പോഷർ അല്ലത്. അപ്പോൾ നമുക്കത് റിസ്ക് എടുത്ത് അത് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയത് ചെറുപ്പത്തിലെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ ബെനിഫിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴും പറയാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സ്കില്ല് നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ കണ്ടും ഒക്കെ പഠിക്കുന്നതാണ് നമ്മൾക്ക് വലുതാകുമ്പോൾ വലിയ ഉപകാരത്തിലേക്ക് ചെന്ന് ആ സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിലും പിന്നീട് നമുക്കത് ജീവിതത്തിൽ എന്തായാലും കോൺഫിഡൻസ് വരും. അതെ. പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഓർമ്മയിൽ നിൽക്കണ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഓർക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ ഇപ്പോൾ ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് പ്രോജക്റ്റ് ഫെയിലായി. ഞാൻ ആ പ്രോജക്റ്റ് ഫെയിലായി. അത് അന്ന് കമ്പനി അത്രയും സാമ്പത്തികമായിട്ട് ഉയർന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പോയി, ആ പ്രോജക്റ്റ് വർക്കാവില്ല
എന്ന് തോന്നിയിട്ട് അപ്പോൾ അവരത് അതിനുവേണ്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു. അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ് അന്നത്തെ CEO ചോദിച്ചു, അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് ഷാജുവിൻ്റെ അടുത്ത് കൂടി ചോദിച്ചിട്ട് ചെയ്യാം എന്നൊരു ഇത് അവർ അന്ന് ചിന്തിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, അത് നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് അതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഞാൻ അതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്, എന്നെ സ്വതന്ത്രമായിട്ട് വിടണം. എന്നെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ, അതായത് എൻ്റെ അടുത്ത് നാളെ എന്നിട്ട് ഇതെന്തായി 4 ആൾക്കാർ വട്ടിരുന്നിട്ട് വീണ്ടും ചോദിക്കുക, അങ്ങനെ ചോദിക്കുക, ചില അങ്ങനെ ചെയ്യാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പറയും, അങ്ങനെയല്ല. എന്നെ സ്വതന്ത്രമായിട്ട് അത് വിട്ടാൽ ഞാനത് ശരിയാക്കി തരാം. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഞാൻ ഇല്ല. CEO പറഞ്ഞത് അത് അന്ന് ആ പ്രോജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി മാനേജിങ് ഡയറക്ടർക്കായിരുന്നു. അപ്പോൾ CEO പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പോവാം. എന്നിട്ട് എന്നെ കൂട്ടി MDയുടെ റൂമിൽ പോയിട്ട് പറഞ്ഞു, ഷാജുവിനെ നമുക്കത് ഏൽപ്പിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓൾ റൈറ്റ്, ആരും നിങ്ങൾ ശല്യപ്പെടുത്തില്ല, എന്താ വേണ്ടത് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ഫ്രീ ഹാൻഡ് നമുക്കത് അതിൽ തന്നു. അപ്പോൾ അങ്ങനെ തന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് അന്ന് കമ്പനിയിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഈ കെമിസ്ട്രി ഇഷ്ടപ്പെട്ടെടുത്ത് തന്നെയാണോ അതോ എത്തിപ്പെട്ടതാണോ ഈ ഒരു മേഖലയിൽ? അത് സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഇതിലാണ് പോവാണ്. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല അന്നത്തെ രീതിയിൽ നല്ല ഡിസ്റ്റിങ്ഷനോട് കൂടിയൊക്കെ SLC പാസ്സായി. അപ്പോൾ അന്ന് സയൻസ് എടുക്കാം ആ ഒരു എല്ലാവരും പറഞ്ഞു. അപ്പോൾ അന്ന് ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ വലിയ കാര്യം, ക്രൈസ്റ്റിലൊക്കെ അഡ്മിഷൻ കിട്ടിയല്ലോ. അപ്പോൾ അവിടെ പ്രീ ഡിഗ്രിയാണ് അന്ന്. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തു, അതിൽ പഠിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾക്ക് കുറച്ച് ടഫായി തുടങ്ങി നമ്മുടെ പഠിത്തം. ആ ഒരു സമയത്ത് ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നു, അതായത് 10 വരെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് സയൻസ്, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനമ്മയും പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ സമയത്ത് 10 പാസ്സാവാത്തവരും ജസ്റ്റ് പാസ്സായവർ അവരെന്നാൽ ലിറ്ററേച്ചറിൽ കിടക്കട്ടെ, ആ ഒരു അങ്ങനെ ഒരു സാഹചര്യം തന്നെയായിരുന്നു. സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിക്കുന്ന ആളുകളൊരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് ഫിസിക്സ് ടഫായിരുന്നു. ഫിസിക്സും മാത്സും എനിക്ക് ഒരു ടഫായിട്ടില്ല. ഇന്നും അതൊരു കെമിസ്ട്രിയോട് തന്നെയായിരുന്നു താല്പര്യം. അങ്ങനെയല്ല, ഉള്ളതിൽ പഠിക്കാൻ പറ്റുന്നത് കെമിസ്ട്രി ആയിരുന്നു. അതുകൊണ്ട് കെമിസ്ട്രി എടുത്തു. പിന്നെ അന്നത്തെ മാർക്കും വെച്ചിട്ട് എനിക്ക് കെമിസ്ട്രിയാണ് അന്ന് കിട്ടിയുള്ളൂ. അങ്ങനെ പിന്നെ അന്ന് എല്ലാവരും എൻട്രൻസിന്, കൂട്ടുകാരൊക്കെ എൻട്രൻസിന് അപ്ലൈ ചെയ്തിരുന്നു, പല ആൾക്കാർ. അപ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആൾക്കാർ, ചില ആളുകൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ അന്ന് ഡിപ്ലോമയ്ക്ക് പോയി. അന്ന് കമ്പ്യൂട്ടറിൻ്റെ ഒരു കാലഘട്ടം. അപ്പോൾ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിട്ട് പോയി. ചില ആളുകൾ എൻജിനീയറിങ്ങിന് ട്രൈ ചെയ്തു. എല്ലാവരും എൻജിനീയറിങ് ട്രൈ ചെയ്യാൻ അച്ഛന് എന്നെ എൻജിനീയർ ആക്കണം തോന്നി. എന്നെ കൊണ്ട് അച്ഛൻ ഈ എൻട്രൻസ് ടെസ്റ്റ് കോച്ചിങ്ങിനൊക്കെ ചേർത്തു. പക്ഷെ എനിക്കതായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുതൽ വായിച്ച് പഠിക്കാനായിട്ടുള്ള സ്കില്ലായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഫോർമുലകൾ, പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ ഒരു സ്കില്ല് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കതിൽ ട്രൈ ചെയ്തതിൽ നമുക്ക് കാര്യം ഉണ്ടായില്ല. കെമിസ്ട്രി പഠിച്ച് മുന്നോട്ട് പോയി. ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് MSc ചെയ്യാമെന്ന് വെച്ചു. MSc ചെയ്തപ്പോൾ അന്നത്തെ കോളേജിൽ, സെൻറ് തോമസ് കോളേജിൽ MSc ചെയ്തപ്പോൾ സാറിനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. എൻ്റെ സെമിനാറൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെ അഭിനന്ദിച്ച് നിങ്ങൾ പ്രൊഫസർ ആവണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അവിടെ തന്നെ അത്രയും നാൾ ഇവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യും. ബാക്കി UGC ഒക്കെ ട്രൈ ചെയ്യുന്നൊക്കെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അവിടെ ജോയിൻ ചെയ്തു. ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങുക.
പിന്നെ സെൻറ് തോമസ് കോളേജിൽ അന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കേരളത്തിലെ മുഴുവൻ ഒരു എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തൃശ്ശൂരാണല്ലോ, പി സി തോമസ് സാറിൻ്റെ. അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ വരുന്ന നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയി നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ അവർ തിരിച്ചു ചോദിച്ചാൽ പറയാനായിട്ട് നമ്മൾ നല്ലപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു ആ കാലഘട്ടം. വളരെ കുറച്ച് നാളുണ്ടായിരുന്നല്ലോ, ഒരു 6-7 മാസം ഉണ്ടായിരുന്നല്ലോ. എന്നാലും കോളേജിൽ അച്ഛന് വലിയ താല്പര്യമായിരുന്നു അത്. മോൻ കോളേജിലേക്ക് പോകുന്നു, പ്രൊഫസറായിട്ട് പോകുന്നു. കുറച്ചും കൂടി പറയാനായിട്ട് നല്ലൊരു ഇതായിരുന്നു കാര്യം. നമുക്കൊന്ന് സാലറി എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ പക്ഷേ പഠിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ, മറ്റേ രസകരമായിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും. അങ്ങനെ പ്രത്യേകിച്ച് ചിലപ്പോൾ കുറച്ച് എക്സെൻട്രിക്കായിട്ട് ചെറുപ്പത്തിലായിട്ടാണ്, വളരെ ചെറുപ്പത്തിലോട്ട് നമ്മൾ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം എവിടേക്കോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം 5ാം ക്ലാസ്സിൽ 4-5 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇവിടെ കൊടകരയുള്ള ആളുടെ പേര് പറയുന്നില്ല, ഞാൻ പ്ലാൻ ചെയ്യണം, നമ്മൾ ഹിമാലയത്തിൽ പോയിട്ട് നമുക്ക് തപസ് ചെയ്യാം. ഇതിൽ നിന്ന് എല്ലാത്തിനും വിട്ടു നിന്ന് 4 പഠിക്കണം. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഹിമാലയത്തിലോട്ട് പോവാന്ന്. അറിയില്ല, പോവാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വായോ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, ആളെ വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് പോന്നു. ഓക്കെ, ആളെൻ്റെ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ പാരൻസ് അന്വേഷിക്കാൻ തുടങ്ങി, ഇയാളെ കാണാനില്ല, പറയാണ്ട് വന്നു. ഇയാളെ ഹിമാലയത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് പിന്നെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടു, അവർ അങ്ങനെയൊക്കെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടു, അന്വേഷിച്ചു. മിസ്സിങ് ആണ്, ആള് മിസ്സിങ് ആണെന്നൊക്കെ അന്വേഷിച്ചു. അവസാനം നമ്മളെ പിടിച്ചു, കൾപ്രേറ്റ് നമ്മൾ. ഞാൻ പക്ഷേ അവൻ വന്നത് ഞാൻ നമുക്ക് ഇന്ന് പോണ്ട, നമുക്ക് പുറപ്പെട്ടില്ല. പക്ഷേ അത് സ്കൂളിൽ വന്നൊരു വലിയൊരു സീനായി, ഒരു സംസാര വിഷയമായി. ഞങ്ങളെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കൊണ്ട് പിടിച്ചു നിർത്തി കുറേ ഇതൊക്കെ ചെയ്തു, വാണിയൊക്കെ ചെയ്തു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമായിരുന്നു ഇപ്പോഴും പറയാനായിട്ട്. പിന്നീട് ജോലിയിലേക്ക് വന്നപ്പോൾ യാത്രകൾ, ജോലിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾക്ക് സീനിയർ ടോപ്പ് മാനേജ്മെൻറ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പൊസിഷനിൽ പ്രൊമോഷൻസൊക്കെ കിട്ടി. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാർജ് കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമുക്ക് ധാരാളം വിദേശ യാത്രകളൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി, ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾക്ക് ചെയ്തത് എന്താ വെച്ചാൽ, നമ്മൾ അന്ന് ഒരു UK കമ്പനിയായിട്ടൊരു കൊളാബറേഷന് വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിൻ ഒരു ടെക്നിക്കൽ ആളായിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യത്തെ ഒരു വിസിറ്റ് UK-യിലേക്കായിരുന്നു. ലണ്ടനും മാഞ്ചസ്റ്ററും ഒക്കെ UK ഫുള്ള് കറങ്ങി. അത്ര ഇല്ല, എന്നാലും 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി, അവിടെ ഒരാഴ്ച താമസിച്ചു. പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി? പിന്നീട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വന്നു. UK ഒരു തുടക്കമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ജർമ്മനിയിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ മാക്സ് റബ്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടുത്തെ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജർമ്മനിയിൽ അവിടെ പോയി താമസിച്ച് ആ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കമ്പനി എക്സിബിഷനുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനി, അതുപോലെ US ഷിക്കാഗോ ഈ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമാണ് ഷിക്കാഗോ. അപ്പോൾ ഷിക്കാഗോയിലേക്ക് നമ്മളൊരു നിരന്തര വിസിറ്റുകളുണ്ട്. എനിക്ക് യാത്ര ചെറുപ്പത്തിൽ ഇത് നമ്മുടെ വേറൊരു പ്രശ്നമായിരുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ എല്ലായിടത്തേയും നമ്മളെ കൊണ്ടുപോകും. നമുക്ക് അച്ഛന് ഈ ബൈക്കുള്ളതുകൊണ്ട് നമ്മൾ എല്ലാപ്പോഴും അച്ഛൻ്റെ ബൈക്കിൻ്റെ പുറകിലാണ് പോകും. അതുകൊണ്ട് എനിക്ക് ബാക്കി എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഈവൻ ബസ്സിലുള്ള യാത്ര വരെ എനിക്ക് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ട്രെയിൻ യാത്രകളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യാത്ര എനിക്ക് ആദ്യം ഭയങ്കര ഭയമായിരുന്നു സത്യം പറഞ്ഞാൽ, ഈ ഫ്ലൈറ്റിലുള്ള യാത്രയും. അപ്പോൾ അതിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അന്നത്തെ എൻ്റെ ഒരു ബോസ് സീനിയറാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളന്ന് ഇപ്പോൾ US-ലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഗൾഫിൽ പോയിട്ട് ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് പോകുക, കണക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു പേടിയാണ്. ഓരോ ഈ സ്ഥലത്ത് ഇറങ്ങി അതുകൊണ്ട് അതിലേറ്റവും അതായത് സ്പെയിനിൽ പോയ സമയത്താണ്. സ്പെയിനിൽ നമ്മൾ അവിടുത്തെ എയർപോർട്ടിൽ നമ്മളാകെ കൺഫ്യൂസ്ഡായി പോകും. എവിടെയാ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് എങ്ങനെ പോകും. അപ്പോൾ അതിനിടയ്ക്ക് ട്രെയിൻസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ എവിടെ ചെല്ലും, എങ്ങനെ ചെല്ലും എന്നുള്ളത്. പിന്നെ വേറെ ഏറ്റവും വലിയ അനുഭവം എൻ്റെ കൂടെ എനിക്കൊരു സെയിൽസിലൊരു കൊളീഗ് ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കും, ഇംഗ്ലീഷാണ് നമ്മുടെയൊക്കെ ധാരണ. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിലൂടെ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എല്ലാം എന്തും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ US-ലും പിന്നെ UK-ലും ഒഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണ ആളുകളൊന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ജർമ്മനിൽ പോയി കഴിഞ്ഞാൽ, അതായത് യൂറോപ്പിൽ വേറെ എവിടെ പോയി കഴിഞ്ഞാലും ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ റയറാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വഴി ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ചോദിച്ചാലും ആംഗ്യഭാഷയിൽ ചോദിച്ചാലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. മനസ്സിലായി. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു നല്ല രസകരമായിട്ട്, അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് അവിടുത്തെ ഇപ്പോൾ ജർമ്മനിലെ ഭാഷ അറിയില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കും ഓരോ സ്ഥലങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ പുള്ളി ഭയങ്കര രസികനാണ്. പുള്ളി ജർമ്മനിലൊക്കെ മുമ്പ് ചെന്നിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ചേട്ടാ അങ്ങോട്ടുള്ള വണ്ടി എവിടേക്കുക, ആ ട്രെയിൻ എവിടേക്ക് കിട്ടുക, ശുദ്ധമായ മലയാളത്തിൽ പുള്ളി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ മലയാളം പറയും, ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഏകദേശമൊക്കെ ഒരുപോലെയാണ്. പക്ഷെ മലയാളം പറയുമ്പോഴാണ് നമ്മുടെ ആക്ഷൻസ് ക്ലിയർ ആയിട്ട് വരും. നമുക്ക് എവിടേക്ക് പോകേണ്ട ആ പ്ലേസിൻ്റെ സൗണ്ട് ക്ലിയർ ആവുമല്ലോ, അപ്പോൾ അയാൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വന്ന് ഹിന്ദി പറയുമ്പോൾ നമ്മൾ അത് എനിക്ക് ആളെ എത്ര സിമ്പിളായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് എനിക്ക് വലിയൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. ഈ മുമ്പിനെ മുതൽ വർക്ക് ചെയ്തിരുന്ന ആ സെയിം കമ്പനിയിൽ തന്നെയാണോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്? ഇപ്പം ഞാൻ എത്ര കമ്പനികൾ വേറെ? ഞാൻ ആകെ 2 കമ്പനിയിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ MSc കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കാൻഗോർ കമ്പനിയിലാണ്. അവിടെ ഞാൻ 25 വർഷം വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കാംലിൻ ഫൈൻ സയൻസസ് എന്ന കമ്പനിയാണ്. കാംലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാംലിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാംലിനിങ്സ്, കാംലിൻ ബോക്സ് നമുക്കറിയാലോ, ഇൻസ്ട്രുമെന്റ് ബോക്സ് നമ്മുടെ എല്ലാം വരുന്നത്. അതാണ് എൻ്റെ പാരൻറ്റ് കമ്പനി. ആ കമ്പനി ഒരു 100 years മുന്നുള്ള കമ്പനിയാണ്. പക്ഷേ അവരുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബിസിനസ്സൊക്കെ അവർ ഇന്ന് ജപ്പാൻ കൊക്കോയോ എന്ന് പറഞ്ഞുള്ള കമ്പനിക്ക് അവർ കംപ്ലീറ്റ് ഷെയർസ് അവർ കൊടുത്തു. ഇപ്പോൾ അത് കൊക്കോയോ കാംലിനാണ്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇപ്പോഴത്തെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ മേടിക്കുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കൊക്കോയോ കാംലിനാണ്. കാംലിൻ പിന്നീട് കാംലിൻ്റെ ബിസിനസ് മുഴുവൻ ഫുഡ് കെമിക്കൽസിലാണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഡിവിഷനാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. ഫാമിലിയൊക്കെ എങ്ങനെ പോണു? ഫാമിലി വൈഫ്, 2 കുട്ടികൾ. ഒരാൾ 10 കഴിഞ്ഞു, ഒരാൾ ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ മക്കളും ഇതുപോലെ തന്നെ ഈ ഒരു മേഖലയിലോട്ട് തന്നെയാണോ ഇൻട്രസ്റ്റ്? അങ്ങനെയൊന്നും ആവണമെന്നില്ല. നമ്മളങ്ങനെ വായിച്ചു പിടിക്കാറില്ല. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് വന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നൊന്നുമല്ല. അപ്പം അതുപോലെ അവരും കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലകൾ അവർ തിരഞ്ഞെടുക്കട്ടെ. വേറെ ആ സമയത്ത് എന്തായിരുന്നു വേറെ ഹോബീസ്, അങ്ങനെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? അല്ലെ ചെറുപ്പത്തിലെ ഇന്നതാവണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. നാച്ചുറലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ആകെ നമ്മളുടെ മുന്നിലുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചില ടാർഗറ്റുകൾ എടുത്താൽ അത് പൂർത്തീകരിക്കേണ്ട ഒരു വാശിയുണ്ടായിരുന്നു. അത് ജോലിയിലാണെങ്കിലും അങ്ങനെയുണ്ട്. ഒരു ചലഞ്ച് വന്നാൽ നമ്മളത് സോൾവ് ചെയ്യണം, അത് ശരിയാക്കണം എന്നുള്ളൊരു, അതിൽ നിന്ന് മാറിപ്പോവാതെ അതിനെ നേരിടണം. പല ആൾക്കാരും പലതും പറയും, എന്തിനാ ഇത് ചെയ്തുകൊണ്ടിരിക്കണം, എന്തിനാ അത് ചെയ്യണത്, നിങ്ങളിത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെയുണ്ടോ, അതെപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു ടാർഗറ്റ് എടുത്താൽ നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ
കാരണം ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നമുക്ക് പല സപ്പോർട്ടുകളും വേണം. ശരിക്കും നമ്മളുടെ സ്കില്ലുകൊണ്ട് മാത്രം നമുക്കത് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ എടുത്തിട്ടുള്ള പേറ്റൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പേറ്റൻസ് എടുത്തത് കോസ്മെറ്റിക്സിലാണ്. ഞങ്ങൾ പേറ്റൻസ് എടുത്തത് കോസ്മെറ്റിക് ആപ്ലിക്കേഷൻസ്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. നമ്മൾ കെമിസ്ട്രി പഠിച്ചാൽ, പക്ഷേ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമുക്കതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും എന്താണ് കോസ്മെറ്റിക് സയൻസ് എന്താണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് പ്രിസർവേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബേക്കറി പ്രോഡക്ട്സിൻ്റെ എങ്ങനെയാണ് ബേക്കറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്, മീറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മീറ്റ് പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്. മെയിൻലി നമ്മളുടെ ഒരു ഫോക്കസാണ് ഇപ്പോൾ ഫുഡിലാണ്. വേരിയസ് ഫുഡ് പ്രോഡക്ട്സിലാണ്. അതിൻ്റെ ഫുഡ് പ്രിസർവേഷൻ ഒക്കെയാണ്. ഇനി അച്ചീവ് ചെയ്യുന്നെന്ന് തോന്നിയിട്ടുള്ള വേറെ എന്തെങ്കിലും ഗോള്, ഡ്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ മേഖലയിൽ നാച്ചുറലി, അതായത് ഇപ്പോൾ എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഒരു ട്രെൻഡ് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ പ്രിസർവേഷൻ്റെ നോക്കി കഴിഞ്ഞാലും ഒരു സിന്തറ്റിക് സൊല്യൂഷൻസിൽ നാച്ചുറലിലേക്കാണ് പൊതുവെ ഒരു ട്രെൻഡ് ഉള്ളത്. നമ്മൾ ഏത് ഫുഡ് എടുത്ത് നോക്കിയാലും അതിൽ പല കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നാച്ചുറൽ ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആവശ്യം അതാണ്. അതിൽ കുറേ ചലഞ്ചുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി ഷാജി ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു. ആൾ കടന്നു വന്ന വഴികളിലുണ്ടായ കുറേ അനുഭവങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഷാജി ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളും ഇതുപോലെ നമുക്ക് രസകരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരെ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ സമാപിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.